ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക്ബുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ക്യാപ്സൂൾ വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. കേരള PSCയിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം. തെക്ക് വടക്ക് ദൂരം എന്ന് പറഞ്ഞാൽ 560 കിലോമീറ്ററാണ്. ഇനി തീരപ്രദേശ ദൈർഘ്യമാണെങ്കിൽ 580 കിലോമീറ്ററാണ്. രണ്ടും അടുത്തടുത്ത് സംഖ്യകളായതുകൊണ്ട് തന്നെ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ മാപ്പ് നോക്കുക. ഇപ്പോൾ മാപ്പിൽ ഓറഞ്ച് കളറിൽ കാണിച്ചേക്കുന്നത് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരമാണ്. അപ്പോൾ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററാണ്. ഇനി നമ്മൾ ബ്ലൂ കളറ് ശ്രദ്ധിക്കുക. അത് തീരപ്രദേശത്തു കൂടെയാണ് ആ ഒരു കളറ് അവിടെ കാണിച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ബ്ലൂ കളറാണ് ഏറ്റവും ലെങ്ത് കൂടുതൽ. അപ്പോൾ തീരപ്രദേശ ദൈർഘ്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ. അപ്പോൾ എത്രയാണ്? 580 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തീരപ്രദേശ ദൈർഘ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിക്കാം. ഇതിൻ്റെ ഉത്തരം മലനാടാണ്. ഓപ്ഷനിൽ കാണാറുള്ളത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ്. ഇവിടെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത് മലനാടാണ്. ഏറ്റവും കൂടുതലുള്ളത് മലനാടാണ്. ഏകദേശം 48% മലനാട്. രണ്ടാമത് വരുന്നതാണ് ഇടനാട്. ഇടനാട് 42% വിസ്തീർണത്തിൽ. വിസ്തീർണത്തിൻ്റെ കണക്കാണ് ഈ ശതമാനത്തിൽ പറയുന്നത്. മൂന്നാമതാണ് തീരദേശം. തീരദേശം 10%. ഇനി നമ്മൾ ഫേസ് ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഏതൊക്കെ ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്, ഏതൊക്കെ ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്തത്, അതുപോലെ തന്നെ അന്യ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്. ഇതൊക്കെ 4 ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടൽ തീരമില്ലാത്ത ജില്ലകളെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ നമ്മൾ കാണുന്നതിൽ 5 ജില്ലകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവയ്ക്ക് കടൽ തീരമില്ല. നമുക്കറിയാം അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ 9 എണ്ണമാണ്. അവയ്ക്കാണ് എന്തുള്ളത്? കടൽ തീരമുള്ളത്. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ അല്പം ഉള്ളിലേക്കാണ്. 1 വയനാട്, 2 പാലക്കാട്, 3 ഇടുക്കി, 4 കോട്ടയം, 5 പത്തനംതിട്ട. ഇവയ്ക്ക് എന്തില്ല? കടൽ തീരം ഇല്ല. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ബാക്കി വരുന്ന 9 ജില്ലകൾക്കും കടൽ തീരമുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളെക്കുറിച്ചാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ 4 എണ്ണമാണ്. ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്ലൂ കളറിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 1 ആലപ്പുഴ, 2 എറണാകുളം, 3 കോട്ടയം, 4 കോഴിക്കോട്. അപ്പോൾ ഏതൊക്കെയാണ്? 1 ആലപ്പുഴ, 2 എറണാകുളം, 3 കോട്ടയം, 4 കോഴിക്കോട്. ബാലൻസ് വരുന്ന 10 ജില്ലകളും എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നവയാണ്. അവ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയുമാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിച്ചു. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.